ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ദർശൻ വീട്ടിൽ വരികയാണ് കേട്ടോ വേദേനെ കാണാൻ വേണ്ടിയിട്ട്. വേദയോട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വേദയോട് വരുന്നുണ്ടെങ്കിലും വേദ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കേസിൽ നിന്ന് പിന്മാറാൻ പറയാൻ തന്നെയാണ് ദർശൻ വരുന്നത് എന്ന് വേദയ്ക്ക് അറിയാം. ദർശൻ പറയുന്നുണ്ട് വേദയോട്, നീ ഈ ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നീ എപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇതിന് നിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല വേദ. നീ പറയുന്ന ഈ ഒരു മൊഴി പ്രകാരം വിക്രത്തിൻ്റെ ഭാവിനെ തന്നെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഒരു മൊഴി കാരണം വിക്രത്തിന് മിനിമം 7 വർഷം വരെ തടവ് കിട്ടാമെന്നൊക്കെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ദർശൻ പറയാൻ കേട്ടോ. അവർക്കൊക്കെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ കേട്ടോ. പക്ഷേ വേദയ്ക്ക് അറിയാം ഇത്രയൊക്കെ കിട്ടുന്നു. എന്നാലും ജയിലിലാണെങ്കിലും വിക്രത്തിൻ്റെ ജീവൻ നിലനിൽക്കുമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് വേദ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വേദ മൊഴി കൊടുക്കാൻ പോകുന്നത്. പിന്നെ ദർശൻ പറയുന്നുണ്ട്, ഈ കേസ് പ്രതി വിക്രം, അതിൻ്റെ സാക്ഷി നീയെ, കേസ് നടക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ കോടതിയിലും. എല്ലാം ആലോചിച്ചിട്ടാണോ നീ ഈ തീരുമാനം എടുത്തത്? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ. എന്തായാലും ഞാനിതൊന്ന് പിന്മാറില്ല ദർശൻ. നീ വന്ന കാര്യം ഇതാണെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ദർശനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ വേദ. അങ്ങനെ വേദയോട് അപ്പോൾ കമലാമ്മയ്ക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേദ തിരിച്ച് റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ മനസ്സാകെ അസ്വസ്ഥമായിട്ട് വേദ ഇരിക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടേ. ദർശൻ ഇങ്ങനെ വന്ന് പറയും കൂടി ചെയ്തപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ പേടി കൂടുക ചെയ്തത്. ഇത്രയും ദിവസം ശിക്ഷ കിട്ടുമെന്നറിയാം, പക്ഷെ അത് ഇത്രയും വലിയ ശിക്ഷയായിരിക്കും വിക്രത്തിന് കിട്ടുക എന്നുള്ളത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതെല്ലാവരെയും അസ്വസ്ഥമാക്കുക ചെയ്യാം കേട്ടോ. കമലയ്ക്ക് ഇത് കൂടുതൽ പിന്നെ വിഷമം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കമല പിന്നെയും വേദയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് പറഞ്ഞു, ഇനി കോടതി പോയിട്ട് നീ ഇത് തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. ഈ ജീവിതത്തിൽ ഇനി നീ എന്നോട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പൊറുക്കയില്ല എന്ന് വേദയോട് മുഖത്ത് നോക്കി തന്നെ കമല മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. ആരൊക്കെ പറഞ്ഞാലും കോടതിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ വേദ. ആ സമയത്താണ് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ദർശൻ വിളിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് വിക്രം അത് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് വേദയോട് പറയാൻ വേണ്ടിയിട്ട് ദർശൻ വിളിക്കുകയാണ് കേട്ടോ. ദർശൻ വിളിക്കുമ്പോൾ വേദ ആദ്യമൊന്നും എടുക്കില്ലെങ്കിലും 2-3 വട്ടം ദർശൻ വിളിക്കുമ്പോൾ വേദ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദർശൻ നിനക്ക് ഇനി വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും വേണ്ട, വിക്രം എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്മാറുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെങ്കിലും വിക്രം ചെയ്തത് തെറ്റെന്നല്ലേ ദർശൻ. ഞാൻ ഈ ചെയ്യുന്നത് നിനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. വിക്രത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. അവൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിട്ടാണെങ്കിലും കണ്ട കാര്യം കോടതിയിൽ പറയാൻ പോകുന്നത്. അവൻ ജയിലിലാണെങ്കിലും ജീവനോടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കിവിടെ കഴിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് വേദ ദർശനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, നീ ചിന്തിച്ചതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ജയിലിൽ അവൻ സുരക്ഷിതനാണെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ദർശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത്രയും പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ള ആൾ, അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ, അത്രയും സ്വാധീനമുള്ള ഒരാളുടെ മുന്നിൽ, അതും ഒരു MLA, അങ്ങനെയുള്ള ആൾക്കെന്താ വിക്രത്തിനെ ജയിലിൽ അഭയപ്പെടുത്താൻ പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏറിപ്പോയ ജയിലിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 പോലീസുകാർക്കൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്മിസ്, അതിൽ കഥ കഴിയും. പിന്നീട് അത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. പുറത്താണ് വിക്രമെങ്കിൽ വിക്രമിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വിക്രമിന് ഒരു പരിധി വരെ കഴിയും. പക്ഷേ ജയിലിനുള്ളിൽ അവൻ എങ്ങനെ അത് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. നീ ചെയ്യുന്നത് തെറ്റാണെന്നല്ല, നിൻ്റെ രീതികൾക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് വേദ. പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നീ എങ്ങനെ ആ വീട്ടുകാരോട് മറുപടി പറയും? എന്നെങ്കിലും ഒരു ദിവസം അവർ നിന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ജീവിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ്. ജയിലിൽ വെച്ചിട്ടാണ് വിക്രത്തിനൊരു അപകടം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നീ ആ വീട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം ആലോചിക്കണം വേദ. ഇപ്പോൾ വിക്രം ചെയ്തത് ഒരു ന്യായത്തിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിക്രം ഇതൊക്കെ ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത്രയും വൃത്തികെട്ട ഒരു ആളെയാണ് അവൻ ഇങ്ങനെ ചെയ്തതെങ്കിൽ സമാധാനിച്ച് നീ നാളെ മൊഴി മാറ്റി പറയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ വേദയോട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല ദർശൻ, എനിക്ക് ദർശനോട് സഹായം ചെയ്യുമോ എന്ന് ദർശനോട് തിരിച്ച് വേദ ചോദിക്കുകയാണ്. നാളെ എല്ലാം ദർശൻ അറിയുന്നതല്ലേ. വിക്രം അങ്ങനെ
മനഃപൂർവ്വം ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു ന്യായം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു പ്രശ്നമായിരിക്കും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി വിക്രത്തിനെ ദർശൻ പറഞ്ഞത് ശരിയാണ്. ഇനി വിക്രത്തിനെ ജയിലിൽ അയക്കാനും എനിക്ക് തൃപ്തിയില്ല. എനിക്ക് പേടിയാണ്. വിക്രത്തിന് വേണ്ടി ദർശൻ ഹാജരാകൂ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, വേദ നീ എന്താ പറയുന്നത്? ദർശൻ നല്ലൊരു വക്കീലാണ്. ദർശൻ വന്നാൽ വിക്രത്തിനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. സത്യമൊക്കെ ദർശനം അറിയാവുന്നതല്ലേ. എൻ്റെ മൊഴീനെ ദർശൻ എങ്ങനെ വേണിച്ച് വളച്ചൊടിച്ചോ, എന്നെ എങ്ങനെ വേണിച്ച് ചിത്രീകരിച്ചോ നാളെ കോടതിയിൽ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. വിക്രത്തിനെ പുറത്തിറക്കാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ ദർശനോട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, വേദ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? എനിക്കറിയില്ല. തെളിവുകളും സാക്ഷി മൊഴികളൊക്കെ വിക്രത്തിനെതിരാണ്. പിന്നെ ഞാൻ എങ്ങനെ വിക്രത്തിനെ രക്ഷിക്കുക? എൻ്റെ മൊഴി ഞാൻ എങ്ങനെ വേണിച്ച് മാറ്റി പറയാൻ തയ്യാറാണ് ദർശൻ. നിനക്ക് വിക്രത്തിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ കാര്യം തന്നെ ദർശനോട് ശങ്കരനാരായണനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം അയാൾ ജഡ്ജി ആയതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ദർശനോട് പറഞ്ഞത് ശങ്കരനാരായണനാണ്. വിക്രത്തിന് വേണ്ടി ഹാജരാവാൻ ദർശനോട് ശങ്കരനാരായണനും ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതേപോലെ വേദയും ആവശ്യപ്പെടുന്നുണ്ട്. വേദ അതൊരു അപേക്ഷ പോലെയാണ് ദർശൻ്റെ മുന്നിൽ വെക്കാൻ കേട്ടോ. അങ്ങനെ ദർശൻ പിറ്റത്തെ ഹിയറിങ്ങിൽ വിക്രത്തിന് വേണ്ടി ഹാജരാവുകയാണ്. വിക്രത്തിന് അത്ര ദിവസം ഉണ്ടായിരുന്ന വക്കീൽ പേടിച്ച് പോവുകയാണ് കേട്ടോ. വാസുദേവൻ്റെ ഭീഷണിക്ക് പേടിച്ച് പിന്മാറുകയാണ്. അങ്ങനെയാണ് ദർശൻ ആ സ്ഥാനത്തേക്ക് വരുന്നത്. ദർശൻ വരുന്നുണ്ട്. വേദേനെ കോടതിയിൽ വെച്ച് ദർശൻ പരമാവധി ഹരാസ് ചെയ്യുന്നുണ്ട്. വേദയുടെ മൊഴീനെ ഒരു ഐ വിറ്റ്നസിൻ്റെ മൊഴിയായിട്ട് എടുക്കാൻ പറ്റില്ലെന്നും പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പേഴ്സണൽ റിവെഞ്ച് കൊണ്ടാണ് വേദ ഇങ്ങനെ ഒരു മൊഴി പറയാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൊഴീനെ ഒരു ഐ വിറ്റ്നസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മൊഴി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദർശൻ വാദിക്കുന്നുണ്ട്. അത് കോടതി സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇത് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്